ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇനിയും ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേയധികം നമുക്ക് എല്ലാം സ്റ്റോക്ക് ഔട്ടായി തുടങ്ങി. കുറച്ചൊക്കെ ഇനിയും ബാക്കിയുണ്ട്, കാരണം നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളത് ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ ഒരു അപ്ഡേഷൻ വീഡിയോ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോയുമായി വന്നത്. അതുപോലെ നമ്മൾ ആ നാടൻ കോംബോ ഒന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്ലാൻസും കൂടി എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള കോംബോ അല്ലാത്ത പ്ലാൻസ് കാണാം. ഇത് നമ്മുടെ ഓറഞ്ച് ഓർക്കിഡ് അല്ലെങ്കിൽ സൂപ്പർ ഫെയറി, അതല്ലെങ്കിൽ ഓറഞ്ച് ക്ലൈംബർ എന്നെല്ലാം അറിയപ്പെടുന്ന റോസാണ്. ഭയങ്കര ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചധികം എടുത്തിരുന്നു. ഇപ്പോൾ ഏതാനും എണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. നല്ല വലിയ പ്ലാന്റ്സാണ്, പൂക്കളോട് കൂടിയതും പൂക്കൾ കൊഴിഞ്ഞതും ഒക്കെ ആയിട്ട് വലിയ പ്ലാന്റ്സാണ്. പിന്നെയുള്ളത് നമുക്ക് 2 പ്ലാന്റ് എന്തുകൊണ്ട് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ക്ലൈംബറിൻ്റെ 2 പ്ലാന്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ബാലൻസ് ഉണ്ട്. അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ക്ലൈംബർ. നിറയെ പൂക്കളുണ്ടാകും, അതായത് വലിയ പൂക്കൾ, ഏകദേശം അത്യാവശ്യം നമ്മുടെ സാധാരണ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ അത്രയൊക്കെ തന്നെയുള്ള ഫ്ലവർ തന്നെയാണ് വിരിയുന്നത്. കൊലയായിട്ടുണ്ടാകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു പ്ലാന്റ് ഞാൻ ശരിക്കും ഇതിനകത്ത് ഇടാനായിട്ട് വിചാരിച്ചതല്ല, പക്ഷേ എങ്ങനെയോ ഇതിനകത്ത് പെട്ടുപോയി. ഇപ്പോൾ പിന്നെ ഇനി ഞാൻ മാറ്റുന്നില്ല. ഇത് നാടൻ ചെടികളുടെ കൂട്ടത്തിൽ ഇടാമെന്ന് വിചാരിച്ചതാണ്, കാരണം ഇത് നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ളൊരു ക്ലൈംബറാണ്. അപ്പോൾ ഈ ക്ലൈംബർ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതൊക്കെ വളരെ കുറവാണുള്ളത്. അതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ ഈ ഒരു ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ്. ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലൈംബിംഗ് റോസ് ഇഷ്ടമുള്ളവർക്കൊരു മുതൽക്കൂട്ടാണ്, കാരണം ഇതൊരു നാടനാണ്, എല്ലാവർക്കും നാടനാണല്ലോ ഇഷ്ടം. പിന്നെയുള്ളത് നമുക്ക് റെഡ് ഫെയറി റോസാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് കുറച്ചധികം കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഏതാനും എണ്ണം കൂടി ബാലൻസ് ഉള്ളത്. പ്ലാന്റ് സൈസെല്ലാം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിവിടെ ഇരുന്ന് വിരിഞ്ഞ പൂക്കളാണ്, അതുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത്. പിന്നെ അതുപോലെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായ പൂക്കളുമല്ല. റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നിറയെ പൂക്കളുണ്ടാകുന്നത്. ഒരുപാട് നിറയെ പൂക്കളുണ്ടായിട്ടുള്ള ഫ്ലവർ പിക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ്. വള്ളിയെല്ലാം നീണ്ട് ഉള്ള പ്ലാന്റാണ്. അതുപോലെ മിഡ് നൈറ്റ് ബ്ലൂ എന്നുള്ള ക്ലൈംബർ അല്ലാത്ത മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് ഒരു പ്രത്യേകതയാണത്. വിരിയാതിരുന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വലിയ പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത്. നിറയെ ഉണ്ടായിരുന്നു, ഇപ്പം ഇത്രയുമാണ് ബാക്കിയുള്ളത്. പിന്നെ അതുപോലെ ഈ ഒരു ലാവൻഡർ വിത്ത് പിങ്ക് ബോർഡറിൻ്റെ 2 പ്ലാന്റ് എന്തോ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ അപ്ഡേഷൻ വീഡിയോ. പിന്നെയുള്ളത് ചന്ദന റോസാണ്. ചന്ദന റോസും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പീച്ച് അവലാഞ്ചിയോ എന്നാണ് ചന്ദന റോസിൻ്റെ മറ്റൊരു ഐഡി. ഇനി ശരിക്കുള്ള ഐഡി അത് തന്നെയാണോ എന്നറിയില്ല. പീച്ച് അവലാഞ്ചിയോ. അപ്പോൾ നമുക്ക് ഗ്രീൻ അവലാഞ്ചിയോ ഉണ്ട്, അത് വൈറ്റ് റോസാണ്. സ്വീറ്റ് അവലാഞ്ചിയോ ഉണ്ട്, അത് ലൈറ്റ് പിങ്ക് ഡച്ച് റോസാണ്. അതേപോലെ പീച്ച് അവലാഞ്ചിയോ എന്നറിയപ്പെടുന്ന റോസാണ് നമ്മുടെ ചന്ദന റോസ്. ഇത് നമ്മുടെ ആ ഒരു നേരത്തെ കാണിച്ച ആ ഒരു ലാവൻഡർ റോസിൻ്റെ പ്ലാന്റ് സൈസാണ്. ഇനി നമുക്ക് നമ്മുടെ മഞ്ഞ റോസിനെ കാണാം. നമ്മുടെ സൊളേർ റോസാണിത്. സൊളേർ റോസിൻ്റെ ഏതാനും പ്ലാന്റ്സ് കൂടി നമുക്കിനിയും ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വലിയ പർച്ചേസ് ആയിരുന്നു. ഒരു മാസം 1.5 മാസത്തോളം നമുക്ക് പ്ലാന്റ്സ് ഇല്ലാതിരുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ പ്ലാന്റ്സ് എടുത്തു. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോഴും ബാലൻസ് ഉള്ളത് ഒരുപാട് എടുത്തതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് ജുമേലിയ റോസും ഏതാനും എണ്ണം ബാലൻസ് ഉണ്ട്. അപ്പോൾ ജുമേലിയ പ്ലാന്റ് സൈസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ജുമേലിയ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡച്ച് വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ നമുക്ക് ബ്ലാക്ക് റോസും സെയിലിനായിട്ടുണ്ട്. എന്തോ 3 എണ്ണം എന്തോ ആണുള്ളത്. നല്ല ബുഷായിട്ടുള്ള 8 ഇഞ്ച് പോട്ട് പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്.
പണ്ടൊക്കെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് എല്ലാവരും അങ്ങനെയാണോയെന്നറിയില്ല, ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുമുണ്ട് ബ്ലാക്ക് റോസ് നമുക്കുണ്ടാകുമോ, ടൈഗർ റോസ് നമുക്ക് പൂക്കുമോ എന്നൊക്കെ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവർ ഉണ്ടാകുന്നത് ബ്ലാക്ക് റോസാണ്. ഒരു ചെറിയ ചെടി കൊണ്ട് വെച്ചാൽ വേഗം വളരുകയും പെട്ടെന്ന് തളിരുകളൊക്കെ വരികയും ചെയ്യുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് റോസും ടൈഗർ റോസും. ടൈഗർ റോസ് നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു കരിഷ്മ റോസാണ്, നല്ല ബുഷായിട്ടുള്ള ഒരു കരിഷ്മ റോസാണത്. അത് 8 ഇഞ്ച് പോട്ട് പ്ലാന്റാണ്, ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇത് ഒരു സെൻറ്റിമെൻ്റൽ റോസ്, ഇപ്പോൾ കാണിച്ച ആ സ്ട്രൈപ്സ് റോസിൻ്റെ, അതായത് നമ്മുടെ പിങ്ക് ടൈഗർ റോസിൻ്റെ ഒരു 8 ഇഞ്ച് പോട്ട് പ്ലാന്റാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാർട്ട് ചെക്ക് ചെയ്താൽ മതി, ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈഗർ ക്ലൈംബർ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ക്ലൈമ്പിംഗ് റോസ്, അതിൻ്റെ സൈസാണ് ഈ കാണുന്നത്. ഇതും നമുക്ക് ഇത്ര പ്ലാന്റ്സ് ബാലൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രാഗ്രൻസിനെ കുറിച്ച് സംസാരിക്കാം. ഫ്രാഗ്രൻസ് എന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അല്ലേ. ഈ ഫ്രാഗ്രൻസ് ഇല്ലാത്ത റോസുകളും ഉണ്ട്, പക്ഷേ ഫ്രാഗ്രൻസ് ഉള്ള റോസുകളോട് ഒരു പ്രത്യേകതയാണ്, നമുക്ക് കുറേ ഒരു നൊസ്റ്റാൾജിയാണ് ഈ പൂക്കളുടെ മണം, അതായത് റോസാപ്പൂവിൻ്റെ മണം. റോസാപ്പൂവിൻ്റെ മണമെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ പട്ടുറോസും പനിനീർ റോസും ഒക്കെ തന്നെയാണ്. അതേപോലെ പനിനീർ റോസിനോട് കിടപിടിക്കുന്ന അതിനേക്കാളും കൂടിയ മണമുള്ള ഒരു പനിനീർ റോസാണ് നമ്മുടെ ഡാർക്ക് പനിനീർ റോസ്. അതിനെ പനിനീർ റോസ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ നിറം കൊണ്ടല്ല, ഷേപ്പ് കൊണ്ടല്ല, പക്ഷേ അതിൻ്റെ ഇലകൾ രണ്ട് സെയിമാണ്, അതുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് പനിനീർ എന്ന് വിളിക്കുന്നത്. പക്ഷേ മണത്തിൻ്റെ കാര്യത്തിൽ പനിനീർ റോസിനേക്കാളും നല്ല മണമാണ് ഡാർക്ക് പനിനീരിന്. അപ്പോൾ അത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഒരു 4-5 പ്ലാന്റ് ബാലൻസ് ഉണ്ട്, ബേബി റൊമാൻറ്റിക്ക. അപ്പോൾ ഇതും നമുക്കിപ്പോൾ കുറച്ച് സെയിലിനായിട്ടുണ്ട്. ബേബി റൊമാൻറ്റിക്ക നമുക്ക് ഏകദേശം 30 എണ്ണം എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിന് ഏകദേശം ഒരു 5-6 എണ്ണത്തിനകത്താണ് നമുക്കിനി ബാലൻസ് ഉള്ളത്. അത്രയധികം ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റുമാണ്. ഈ കപ്പ് ഷേപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ക്ലൈംബർ ഇഷ്ടമുള്ളവരാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ റോസ് വാങ്ങുന്നവരിൽ ഒരു 75% പേർക്കും ക്ലൈംബർ ഇഷ്ടമുള്ളതാണ്. എന്നെപ്പോലെ വെറും 25%മാണ് ക്ലൈമ്പിംഗ് റോസ് ഇഷ്ടമല്ലാത്തത്. ക്ലൈമ്പിംഗ് റോസ് ഇഷ്ടമുള്ളവർക്കുള്ള മറ്റൊരു വാഗ്ദാനമാണ് നമ്മുടെ അന്നേ ഡുപ്രി. നമ്മുടെ ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അന്നേ ഡുപ്രിയുടെ സൈസ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ എന്താല്ലേ ഭംഗിയില്ലേ കാണാൻ. റോസ് ലവേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറീസ് വരുന്ന റോസ് കളർ യെല്ലോ ആണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലൈമ്പിംഗ് റോസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു യെല്ലോ റോസ് പിടിച്ച് കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ മാംഗോ യെല്ലോ, അതുപോലെ സൊളയർ യെല്ലോ, അതൊക്കെ നല്ല വേഗം പിടിച്ച് കിട്ടുകയും നിറയും പൂക്കളുണ്ടാകുകയും ചെയ്യുന്ന വെറൈറ്റിയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗോ യെല്ലോ നന്നായി പൂക്കുന്നു. എനിക്ക് നല്ലൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് എൻ്റെ നോട്ടക്കുറവ് കൊണ്ട് നശിച്ചു പോയതാണ്. അപ്പോൾ അന്നേ ഡുപ്രി റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതിൻ്റെ പ്ലാന്റ് സൈസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതായിപ്പോയി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്, അറിയാമല്ലോ ഇത് 14 ഇഞ്ച് ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് നമുക്കിതിനകത്ത് ആവുന്നുണ്ട്. അന്നേ ഡുപ്രി റോസ് നമുക്ക് 2 എണ്ണമാണ് സെയിലിനായിട്ടുള്ളത്. അത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് ഉൾപ്പെടെ. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അന്നേ ഡുപ്രി റോസിനെ പോലെ ഡിമാൻഡഡ് ആയിട്ടുള്ള റോസുകൾ അതുപോലെ ഒന്നാണ് നമ്മുടെ പ്രിയതമ, ബിവിച്ച് എന്നെല്ലാം നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പിങ്ക് റോസ്. പിങ്ക് റോസിൻ്റെ സൗന്ദര്യം നമ്മളെപ്പോൾ വീഡിയോ ഇട്ടാലും ഒരു കമൻറ്റെങ്കിലും വരാതിരിക്കില്ല. എന്ത് ഭംഗിയാണ് കാണാൻ, അമ്പോ അത് കണ്ട് കണ്ണടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നേരിട്ട് കണ്ട എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇത് കാണുമ്പോൾ വീണ്ടും അവിടെ എത്താനുള്ള ആ ഒരു ത്വരയുണ്ടല്ലോ, അതിങ്ങനെ വരും. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഏകദേശം തീരാറായി. ഒരു 5-6 എണ്ണമൊക്കെ തന്നെയാണ് ഇനി ബാലൻസ് ഉള്ളത്. എല്ലാം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ, എല്ലാം ബുഷായിട്ടുള്ള പ്ലാന്റാണ്. ശരിക്കും ബിവിച്ച് റോസ് എന്ന് പറയുന്നത് ഒരു സെമി ക്ലൈംബർ ടൈപ്പാണ്. ഇത് കുറേ വലുതായിട്ടാണ് ഇതിങ്ങനെ അവർ കാട് പോലെ വളർത്തിയെടുക്കുന്നത്. അവരുടെ മദർ പ്ലാന്റാണത്. അവർക്കതിൽ നിന്ന് കട്ടിങ്സ് എടുക്കാനും ബഡ് ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ വളർത്തുന്നതാണ്. പക്ഷേ നമുക്ക് വരുന്ന റോസ് അത്ര അങ്ങനെ ക്ലൈംബറായി പോകാറില്ല. പക്ഷേ ഇതുപോലെ വളർന്നാലൊരു പക്ഷേ പൂക്കളുടെ വെയിറ്റ് കൊണ്ട് താഴോട്ട് പോകും. പക്ഷേ നമുക്ക് സെമി ക്ലൈംബറാണ്, ഒരു വശത്തോട്ടൊക്കെ ഇങ്ങനെ ചരിഞ്ഞും ചാഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് നമ്മുടെ ബിവിച്ച് റോസ്, അല്ലെങ്കിൽ പ്രിയതമ എന്നെല്ലാം, പ്രേമലത എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേഷൻ വീഡിയോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാർട്ടിലുണ്ടാവും. അതുപോലെ ഫെറ, അതായത് ഇംബ്രറ്റൈസ് ഫെറ നമുക്ക്
വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഒരു പ്ലാന്റ് എന്തോ ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന് മുമ്പേ അത് സോൾഡ് ഔട്ടായി. അതുപോലെ കുറച്ച് വെറൈറ്റീസൊക്കെ നമുക്ക് വരും. ഇടയ്ക്ക് നിങ്ങൾ കാർട്ട് നോക്കുക. നമ്മുടെ വീഡിയോസെല്ലാം കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് 10 മണി കട്ടിങ്സ് ചോദിക്കുന്നുണ്ട്. തരാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷേ നമുക്ക് ഈ റോസിൻ്റെ പാക്കിങ്ങിനിടയിൽ ഇതിങ്ങനെ വെക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ഞാൻ ബോർഡർ പ്ലാന്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം കട്ട് ചെയ്യുന്നത് ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ 1-2 പേർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ അത് നമുക്കൊരു റിസ്ക്കാണ്. റിസ്ക് മീൻസ് നമ്മൾ ഈ പ്ലാൻസൊക്കെ എടുത്ത് വെക്കുന്ന ബുദ്ധിമുട്ട് അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കാരണം ഇത് ഓർഡർ അനുസരിച്ച് പ്ലാൻസ് എടുക്കുക, നല്ലത് നോക്കി എടുക്കുക, അതേ വെറൈറ്റി തന്നെ എടുക്കുക, തെറ്റരുത്, എണ്ണം നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് അവരതും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടി ആ വെയിലത്ത് പോയിട്ട് കട്ടിങ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണത്. അപ്പോൾ അത് ഈ എരിവയലത്ത് നമുക്ക് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നത്, എനിക്കിത് പ്ലാൻസ് സെയിലിനായിട്ടല്ല, അല്ലാതെ നിങ്ങൾ CC അയച്ച് തന്നാൽ ഞാനിത് തരാം. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ബോർഡർ അങ്ങറ്റം വരെ ആക്കിയിട്ട് ഞാൻ പിന്നീട് കട്ട് ചെയ്യുന്നത് ഞാൻ ഇതായിട്ട് CC അയച്ച് തന്നാൽ ഞാൻ നിങ്ങൾക്ക് കട്ടിങ്സ് അയച്ച് തരാം. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആയിരിക്കുമെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, കുറച്ച് പുതിയ കളറുകൾ കളക്ട് ചെയ്യണമെന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ പുതിയ കളറുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യും. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. എല്ലാത്തിനും അതിൻ്റേതായ സമയം വേണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ 10 കോമ്പോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെറിയ പ്ലാന്റ്സ് നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. പിന്നെ അതുപോലെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. പ്ലാൻസ് വേണ്ടെന്നവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ അംഗമായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അംഗമാകുക. നിങ്ങൾക്ക് പ്രയോജനമുള്ള സംഗതികളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ കുറേയധികം കെയറും മറ്റ് ഡൗട്ട്സ് ക്ലിയറിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം ഹെൽത്തി ആയിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. സ്നേഹപൂർവ്വം ഹാദിയ.